നമ്മൾ ഈ ധനുമാസത്തെ നക്ഷത്രഫലങ്ങളാണ് നോക്കുന്നത്. 2024 ഡിസംബർ 16 മുതൽ 25 ജനുവരി 13 വരെ, 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. ഇത് എല്ലാ വീഡിയോയിലും ഞാൻ പറയാറുള്ളത് പോലെ തന്നെ ഇത് ആരുടെയും ജാതക ഫലമല്ല, നക്ഷത്രത്തെ ആസ്പദമാക്കിക്കൊണ്ടുള്ള ഫലങ്ങളാണ്. വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ എൻ്റെ എല്ലാ പോസ്റ്റുകളിലും കാണുന്ന എൻ്റെ വാട്സപ്പ് നമ്പറാണ്. അതിലേക്ക് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈമും ഒക്കെ മെസ്സേജ് ചെയ്യണം. അങ്ങനെ വ്യക്തിപരമായ ഫലങ്ങൾ നോക്കുന്നതിന് ഒരു ഫീസും ഉണ്ടായിരിക്കും. ഇത് നിങ്ങളുടെ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്തുന്നതിനൊക്കെ ഈ നക്ഷത്രഫലം നിങ്ങളെ സഹായിക്കും. അങ്ങനെ ആകണം എന്ന് വിചാരിച്ചാണ് ഇത് പോസ്റ്റ് ചെയ്യുന്നത്. പിന്നെ ഞാൻ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ നിങ്ങൾക്കായി ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്, പലരും പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ. അപ്പോൾ അത് കാണാത്തവരുണ്ടെങ്കിൽ അത് എല്ലാ ദിവസവും നിങ്ങളതും കൂടെ നോക്കുക. ഇത് ഒരു മാസത്തെ ഫലം ഒന്നിച്ചാണ്. കൂടാണ്ട് എല്ലാ ദിവസത്തെയും കുറച്ചുകൂടെ എല്ലാ ദിവസത്തെയും ഫലങ്ങൾ നിങ്ങൾക്ക് മനസ്സിലാക്കി മുന്നോട്ട് പോകാനായിട്ട് കഴിയും. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക നക്ഷത്രത്തിൻ്റെ ആ നക്ഷത്രഫലം പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഗ്രഹനില ഒന്ന് നോക്കാം. ധനുമാസത്തിൽ ആദിത്യൻ ധനുരാശിയിലും, ശുക്രൻ മകരം രാശിയിലും, ശനി കുംഭം രാശിയിലും, സർപ്പം മീനൻ രാശിയിലും, വ്യാഴം ഇടവൻ രാശിയിലും, ചൊവ്വ കർക്കിടക രാശിയിലും, കേതു കന്നി രാശിയിലും, ബുധൻ വൃശ്ചികം രാശിയിലും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന കാലമാണ്. രാശിമാറ്റമൊക്കെ പരിഗണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഫലം എഴുതിയിട്ടുള്ളത്. നമുക്ക് നക്ഷത്രഫലത്തിലേക്ക് വരാം. അശ്വതി, ഭരണി, കാർത്തിക ആദ്യ കാൽഭാഗം ഇത് ജനിച്ചവർക്ക്, മേടക്കൂറിൽ ജനിച്ചവരാണ് ഈ ഭാഗത്ത് ജനിച്ചവർ. അവരുടെ ധനുമാസത്തെ ഫലം എന്ന് പറഞ്ഞാൽ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 14 വരെ ഉള്ളത്, അല്ല 13 വരെ ഉള്ളത്, ജനുവരി 13 വരെ ഉള്ളത്. ഇത് നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക, എന്തെങ്കിലും ഒരു കമൻറ്റ് ഇടുക, അവിടെ ചെയ്യുക കേട്ടോ. ഈ കാണുന്നവരെല്ലാവരും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുക, അത് ഷെയർ ചെയ്യുക, ഒക്കെ ചെയ്യുക. തൊഴിൽ രംഗത്ത് ഈ മേടക്കൂറുകാരെ സംബന്ധിച്ച് നേട്ടങ്ങളുണ്ടാകും. ധനപരമായി പല കാര്യങ്ങളും അനുകൂലമായി തീരും. പക്ഷെ അധിക ചെലവ് വരുന്ന ഒരു സമയമാണ്. സഹോദര സ്ഥാനീയരും സുഹൃത്തുക്കളും മറ്റുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിൽ വിള്ളലുകൾ ഉണ്ടാകാൻ സാധ്യതയുള്ള സമയമാണ്. മക്കളിൽ നിന്ന് സഹായങ്ങളും മറ്റും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ അവരുമായിട്ട് അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അകാരണമായ ഭയവും ദുഃഖവും മനസ്സിനെ ബാധിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങളും സാമ്പത്തിക കാര്യങ്ങളിൽ അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകും. വിദ്യാ കാര്യങ്ങളിൽ ചില തടസ്സങ്ങൾ വിദ്യാർത്ഥികൾക്കുണ്ടാകും. അലർജി രോഗമുള്ളവർ ശ്രദ്ധിക്കണം. പൊതുവെ ആരോഗ്യകാര്യങ്ങൾ അനുകൂലമായിരിക്കുമെങ്കിലും അലർജി രോഗമുള്ളവർ ശ്രദ്ധിച്ചാൽ നന്നായിരിക്കും. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിവാഹ കാര്യങ്ങൾക്ക് അനുകൂലമാണ്. ചില തടസ്സങ്ങൾ വരാമെങ്കിലും പൊതുവെ അനുകൂലമാണ്. ഇനി നമുക്ക് കാർത്തിക അവസാന മുക്കാൽ ഭാഗം, രോഹിണി മകീരം നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗം, ഇടവക്കൂറിൽ ജനിച്ചവരുടെ ധനുമാസത്തെ ഫലങ്ങൾ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. ചില തടസ്സങ്ങളൊക്കെ അനുഭവപ്പെടുമെങ്കിലും തൊഴിൽ രംഗത്ത് അഭിമാനകരമായ നേട്ടങ്ങൾ ഉണ്ടാകാനായിട്ട് കഴിയും. ധനപരമായ നേട്ടങ്ങളും കാര്യവിജയവും പ്രതീക്ഷിക്കാം. സുഹൃത്തുക്കൾ അത്ര അനുകൂലമായിരിക്കില്ല. വാഗ്ദാനം ലഭിച്ച ധനസഹായമൊന്നും ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. കുടുംബ ബന്ധങ്ങളിൽ വാക്കുകൾ വളരെയധികം ശ്രദ്ധിച്ച് ഇടവക്കൂറുകാർ ഉപയോഗിക്കണം, പ്രത്യേകിച്ച് പിതൃസ്ഥാനീയരോട്. മക്കളുമായി അഭിപ്രായ വ്യത്യാസങ്ങളും കലഹങ്ങളും ഉണ്ടാകും. അപകടങ്ങളും ആരോഗ്യ പ്രശ്നങ്ങളും വരാതെ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുമെങ്കിലും
രമ്യമായി പരിഹരിക്കാൻ കഴിയും. പിതൃ മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല. അപ്പോൾ അവരോടൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് ഇടപഴകുക. വിദേശയാത്ര യോഗം കാണുന്നു. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ മൂലം ഏകാഗ്രത നഷ്ടപ്പെടുന്ന സമയമാണ്. ആരോഗ്യക്കുറവ് എല്ലാ കാര്യത്തിലും അനുഭവപ്പെടുന്ന ഒരു സമയം കൂടെ ആണ്. ഇനി നമുക്ക് മിഥുനക്കൂറുകാരുടെ ഫലം. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗം. മകയിരം അവസാന പകുതി ഭാഗം, തിരുവാതിര, പുണർദം ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവർ മിഥുനക്കൂറിൽ ജനിച്ചവരാണ്. അവരുടെ നക്ഷത്രഫലം. ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്തെ തടസ്സങ്ങളും മനപ്രയാസങ്ങളും അനുഭവപ്പെടും. ധനപരമായ കാര്യങ്ങൾ വേണ്ട രീതിയിൽ നടന്നു കിട്ടില്ല. മറ്റുള്ളവരിൽ നിന്നുള്ള സഹായങ്ങൾ തടസ്സപ്പെടും. കുടുംബത്തിൽ സ്വസ്ഥത കുറവായിരിക്കും. മക്കളുമായി ഉണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസങ്ങൾ അതിര് കടക്കാതെ ശ്രദ്ധിക്കണം. രോഗവും കലഹവും മനസ്സമാധാനം നഷ്ടപ്പെടുത്തും. ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കുവാനും സാധ്യതയുണ്ട്. അതേപോലെ ചില നിയമ പ്രശ്നങ്ങളും ചിലപ്പോൾ ജീവിത പങ്കാളിയുമായിട്ടൊക്കെ ഉണ്ടാകാം. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. പുതിയ അഡ്മിഷനും പുതിയ കോഴ്സുകൾക്കൊക്കെ അഡ്മിഷൻ ലഭിക്കുന്ന സമയമാണ്. പൊതുവെ ഒരു ഭാഗ്യക്കുറവ് കാണുന്ന കാലമായിരിക്കും ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. യാത്രാ സംബന്ധമായ കാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. പ്രണയകാര്യങ്ങൾ അനുകൂലമായി തീരില്ല. ചിലവുകൾ നിയന്ത്രിക്കാൻ ശ്രമിക്കേണ്ട ഒരു സമയമാണ്. മാതാപിതാക്കളും അത്ര അനുകൂലം ആയിരിക്കില്ല. ഇനി നമുക്ക് പുണർദം അവസാന കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രം കർക്കിടകക്കൂറ്. ഈ പുണർദം അവസാന കാൽഭാഗത്തും പൂയം, ആയില്യം നക്ഷത്രത്തിൽ ജനിച്ചവർ കർക്കിടകക്കൂറിൽ ജനിച്ചവരാണ്. അവരുടെ ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ ഉള്ളത്. നിങ്ങൾക്ക് എൻ്റെ ഈ നക്ഷത്രഫലങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാ മാസത്തെയും അതേപോലെ എല്ലാ ദിവസവും ഞാൻ നക്ഷത്രഫലം ഇടുന്നുണ്ട് നിങ്ങൾക്ക് ഓരോ ദിവസത്തെയും. അതെല്ലാം നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുകയും ചെയ്യണം. ഇങ്ങനെ എന്തെങ്കിലും ഒരു കമൻറ്റ് ചെയ്യുന്നവർക്കാണ് എൻ്റെ വീഡിയോ ന്യൂസ് ഫീഡിലേക്ക് കയറി വരികയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് അതെല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാ ദിവസവും നക്ഷത്രഫലങ്ങൾ നിങ്ങൾ കേൾക്കുകയും ചെയ്യുക. അതനുസരിച്ച് ജീവിതത്തിന് മാറ്റം വരുത്താനും ഒക്കെ കഴിയും. അതുകൊണ്ടാണ് നമുക്ക് നോക്കാം. കർക്കിടകക്കൂറുകാരുടെ ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ ജനുവരി 13 വരെ ഉള്ളത്. ആവശ്യമില്ലാത്ത പദപ്രയോഗങ്ങൾ തൊഴിൽ മേഖലയെ വിഘടിപ്പിക്കാൻ സാധ്യതയുണ്ട്. തൊഴിൽ മേഖലയിൽ ചില പ്രയാസങ്ങൾ ഉണ്ടാക്കാൻ നിങ്ങളുടെ ആവശ്യമില്ലാത്ത വാക്കുകൾ കാരണമാകും. ധനപരമായ പല കാര്യങ്ങളും അനുകൂലമായി തീരും. കാലതാമസം നേരിട്ടാലും മറ്റുള്ളവരുടെ സഹായം ലഭിക്കും. കുടുംബത്തിൽ സ്വസ്ഥത കുറയുമെങ്കിലും സന്തോഷകരമായ അവസ്ഥകളുണ്ടാകും. മക്കളുമായി അഭിപ്രായ വ്യത്യാസവും മക്കളുടെ വിദ്യാകാര്യങ്ങളിൽ തടസ്സവും ഉണ്ടാകും. മക്കൾക്ക് ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ടാകും. ആരോഗ്യകാര്യത്തിൽ മേന്മ കുറയുന്നതാണ് ഈ കൂറുകാരെ സംബന്ധിച്ചിടത്തോളം. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതത്തെ ബാധിക്കും. വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂല സമയമാണ്. ചെറിയ ഭാഗ്യക്കുറവ് അനുഭവപ്പെടുമെന്നതിനാൽ കാര്യസാധ്യത പതുക്കെ ആയിരിക്കും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾ പ്ലാൻ ചെയ്യുമ്പോൾ കൂടെ യാത്ര ചെയ്യുന്നവരുടെ പ്രശ്നങ്ങൾ തടസ്സങ്ങൾ സൃഷ്ടിക്കും. വിവാഹാദി കാര്യങ്ങളിൽ അനുകൂല സമയമാണ്. ഇനി നമുക്ക് മകം, പൂരം, ഉത്രം ആദ്യ കാൽഭാഗം ഇത് ജനിച്ചവർ ചിങ്ങക്കൂറിൽ ജനിച്ചവരാണ്. അവരുടെ നക്ഷത്രഫലങ്ങൾ ധനുമാസത്തെ ഫലങ്ങൾ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്ത് സാമ്പത്തികമായ അധിക ചെലവുകൾ വരുമെങ്കിലും പുതിയ പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും വികസന പ്രവർത്തനങ്ങൾ നടത്തുന്നതിനുമൊക്കെ കഴിയും. നേട്ടങ്ങളും ഉണ്ടാകും. ധനപരമായ അധിക ചെലവ് എങ്കിലും സാമ്പത്തിക നേട്ടങ്ങളുണ്ടാകും. പ്രതീക്ഷിച്ച സഹായങ്ങളോ സുഖർ അനുകൂലമോ ലഭിക്കില്ല. കുടുംബകാര്യങ്ങൾക്ക് കൂടുതൽ ചെലവുകൾ വേണ്ടിവരും. എങ്കിലും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ലഭിക്കും. അല്പം എടുത്തുചാട്ടമൊക്കെ കാണിക്കുമെങ്കിലും മക്കൾ മൂലം സന്തോഷവും അംഗീകാരവും ലഭിക്കും. ആരോഗ്യകാര്യങ്ങൾ
മെച്ചപ്പെടും, മേന്മയുണ്ടാകും. ജീവിത പങ്കാളിയുടെ ആരോഗ്യ പ്രശ്നങ്ങൾ മനപ്രയാസമുണ്ടാകുമെങ്കിലും സന്തോഷവും അംഗീകാരവുമൊക്കെ പരസ്പരം ഉണ്ടാകും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. പുതിയ കോഴ്സുകൾ, അതേപോലെ വിദ്യാകാര്യത്തിലുള്ള യാത്രകൾ എന്നിവയെല്ലാം ഫലവത്തായി തീരും, അനുകൂലമായി തീരും. ഈശ്വരാധീനം കുറവുള്ള ഒരു സമയമായിരിക്കും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. താല്പര്യമുള്ളവർക്ക് ധാരാളം യാത്രകൾക്ക് അവസരം ലഭിക്കും. വിവാഹ കാര്യങ്ങൾ ആലോചിക്കാവുന്ന ഒരു സമയം കൂടെ ആണ്. ഇനി ഉത്രം അവസാന മുക്കാൽ ഭാഗം, അത്തം ചിത്തിര നക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവർ, കന്നിക്കൂറിൽ ജനിച്ചത്, അവരുടെ ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെയുള്ള ഫലം. തൊഴിൽ രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാകും. ശത്രുദോഷത്തെ കരുതിയിരിക്കണം. ധനപരമായി അനുകൂലമായ സമയമാണ്. ഭൂമി വാങ്ങാനൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂല സമയമാണ്. ബന്ധുജനങ്ങൾ, സുഹൃത്തുക്കൾ എന്നിവ അനുകൂലമാകും. കുടുംബത്തിൽ ചില അസ്വസ്ഥതകൾ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കുക. മക്കൾ അനുകൂലമായിരിക്കും. അവരിൽ നിന്ന് സ്നേഹവും സമാധാനവും ലഭിക്കും. ആരോഗ്യം അനുകൂലമായിരിക്കില്ല. മനസ്സിനെ വളരെയധികം നിയന്ത്രിക്കുക. മനസ്സ് അസ്വസ്ഥമാക്കാതിരിക്കുക, അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. വിദ്യാകാര്യങ്ങളിൽ തടസ്സങ്ങളുണ്ടാകും. സുഹൃത്തുക്കൾ അനുകൂലമായിരിക്കില്ല വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം. പൊതുവെ എല്ലാ കാര്യത്തിലും ചെറിയ ദൈവാധീനമൊക്കെ ഉണ്ടാകുന്ന സമയമാണ്. അതുകൊണ്ട് കാര്യങ്ങളെല്ലാം ഒരു പരിധി വരെ നടന്നു കിട്ടും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകളിൽ ചെറിയ തടസ്സങ്ങൾ ഉണ്ടാകും, അതൊന്ന് ശ്രദ്ധിക്കണം. പ്രണയ വിവാഹ കാര്യങ്ങൾ ചില പ്രയാസങ്ങളും അനുഭവപ്പെടും. ഇനി ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം, തുലാക്കൂർ. ചിത്തിര അവസാന പകുതി ഭാഗം, ചോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം, തുലാക്കൂർ. ധനുമാസ ഫലങ്ങൾ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്ത് നേട്ടങ്ങളുണ്ടാകും, അംഗീകാരങ്ങൾ ലഭിക്കും. ധനപരമായി അനുകൂലമായ സമയമാണ്. ധനലാഭം പ്രതീക്ഷിക്കാം. മറ്റുള്ളവരുടെ സഹായം ലഭിക്കും. സുഹൃത്തുക്കൾ, ബന്ധുക്കൾ എന്നിവ അനുകൂലമായി തീരും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ലഭിക്കും. ഭൂമി സംബന്ധമായ കാര്യങ്ങളും അനുകൂലമായി തീരും. മക്കൾ അനുകൂലമായിരിക്കും. ആരോഗ്യകാര്യത്തിൽ നല്ല ശ്രദ്ധ ആവശ്യമായ സമയമാണ്. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. പൊതുവെ ദൈവാധീനം ഉണ്ടാകുമെങ്കിലും വ്യാഴം 8-ലായതിനാൽ ദൈവാധീനം വർദ്ധിപ്പിക്കാൻ വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. നല്ല കോഴ്സുകളൊക്കെ തിരഞ്ഞെടുക്കാൻ കഴിയുന്ന സമയമായിരിക്കും. യാത്രകൾ അനുകൂലമായി തീരും. വിവാഹാദി കാര്യങ്ങൾ മന്ദഗതിയിലാവുകയും ചെയ്യും, ആലോചനാ കാര്യങ്ങളിലൊക്കെ. ഇനി നമുക്ക് വൃശ്ചികക്കൂറുകാരുടെ ഫലം. അതിനു മുമ്പ് നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുന്നവരൊന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയും ചെയ്യുക. കാരണം എൻ്റെ അടുത്ത പോസ്റ്റുകളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് അത് വളരെ അത്യാവശ്യമാണ്. എല്ലാ ദിവസവും ഞാൻ നക്ഷത്രഫലങ്ങൾ ഇടുന്നുണ്ട്. അത് ആ ദിവസത്തെ നക്ഷത്രഫലങ്ങൾ ഇടുന്നുണ്ട്. നാളത്തെ നക്ഷത്രഫലം ഇന്ന് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് രാവിലെ തന്നെ. അതുപോലെ എല്ലാ ദിവസവും നക്ഷത്രഫലങ്ങൾ ഏതാണ്ട് ഒരു 11 മണി 10 മണിക്കും 11 മണിക്കൊക്കെ ഇടയ്ക്കായിട്ട് എല്ലാ പിറ്റേ ദിവസം നക്ഷത്രഫലങ്ങൾ തലേ ദിവസം ഇടുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കേൾക്കുക, അതും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങൾക്ക് എല്ലാ ദിവസവും നക്ഷത്രഫലം അതുകൊണ്ട് നിങ്ങളുടെ ന്യൂസ് ഫീഡിലേക്ക് കയറി വരും. നമുക്ക് നോക്കാം വൃശ്ചികക്കൂറുകാരുടെ ഫലം. വിശാഖം അവസാന കാൽഭാഗം, അനിഴം തൃക്കേട്ട വൃശ്ചികക്കൂറ്. ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്ത് ചില തടസ്സങ്ങളും വാക്ക് തർക്കങ്ങളും പ്രതീക്ഷിക്കണം. ധനപരമായ നേട്ടങ്ങളുണ്ടാകും. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ എന്നിവർ അനുകൂലമായി തീരും. പലവിധ സഹായങ്ങളും ലഭിക്കും. കുടുംബത്തിൽ സ്വസ്ഥതക്കുറവും, എന്നാൽ വീട് മൂടി പിടിപ്പിച്ചെടുക്കാനൊക്കെ കഴിയും. ഭൂമി സംബന്ധമായ കാര്യത്തിൽ ചെറിയ തടസ്സങ്ങളൊക്കെ വരും. മക്കളുമായി കലഹമുണ്ടാകാതെ ശ്രദ്ധിക്കണം. ആരോഗ്യകാര്യത്തിൽ അനുകൂലമാകും, മേന്മയുണ്ടാകും. ജീവിത പങ്കാളിയുമായിട്ട് നല്ല സഹകരണം ലഭിക്കും. തൊഴിൽ രംഗത്ത് സഹായവും സഹകരണവും ഒക്കെ ജീവിത പങ്കാളിയിൽ നിന്നും ലഭിക്കും. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഒരു ഭാഗ്യക്കുറവ് അനുഭവപ്പെടുന്ന സമയമാണ്. മാതാപിതാക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. യാത്രകൾ അനുകൂലമായി വരും.
വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കാൻ അനുകൂലമായ സമയം ആണ്. ഇനി മൂലം, പൂരാടം, ഉത്രാടം ആദ്യ കാൽഭാഗത്ത് ജനിച്ചവർ, ധനുക്കൂറിൽ ജനിച്ചവർ, അവരുടെ ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. തൊഴിൽ രംഗത്തെ നഷ്ടങ്ങളും മേലധികാരികളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളും ഉണ്ടാകും. ധനപരമായി പല വൈഷമ്യങ്ങളും അനുഭവപ്പെടും. ബന്ധുക്കളും സുഹൃത്തുക്കളുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകും. കുടുംബത്തിൽ സമാധാനക്കുറവ് അനുഭവപ്പെടും. മക്കൾ അനുകൂലമായിരിക്കില്ല. ആരോഗ്യകാര്യത്തിൽ ചെറിയ മേന്മയുണ്ടാകുമെങ്കിലും വായു സംബന്ധമായ അസുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട ചില ധനപരമായ നഷ്ടം അനുഭവിക്കും. ജീവിത പങ്കാളിയുമായി ബന്ധപ്പെട്ട് വിദ്യാർത്ഥികൾക്ക് അത്രയ്ക്ക് അനുകൂല സമയമല്ല. ഭാഗ്യക്കുറവും ദൈവാധീനക്കുറവും അനുഭവപ്പെടുന്ന സമയമാണ് പൊതുവെ ഈ കൂറുകാർക്ക്. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾക്ക് യോഗമുള്ള സമയമാണ്. എന്നാൽ യാത്രകൾ ശ്രദ്ധിക്കുകയും ചെയ്യണം. വിവാഹാദി കാര്യങ്ങളിൽ ഒരു മന്ദത അനുഭവപ്പെടും. ഇനി നമുക്ക് മകരക്കൂറുകാരുടെ നോക്കാം. അതിനു മുമ്പ് ഈ നക്ഷത്ര ഫലങ്ങളെല്ലാം എഴുതി തയ്യാറാക്കി തന്നെയാണ് കൊണ്ടുവരുന്നത്. ഇതെല്ലാം മാസത്തെ നക്ഷത്ര ഫലങ്ങളാണെങ്കിലും അതാത് ദിവസത്തെ നക്ഷത്ര ഫലങ്ങൾ ഇടുന്നതാണെങ്കിലും എഴുതി തയ്യാറാക്കി തന്നെയാണ് ഇത് ചെയ്യുന്നത്. അത് വെറുതെ വന്നിരുന്ന് പറയുകയല്ല. ഇപ്പോൾ പലരും അത് മനസ്സിലാക്കണം. കാരണം എഴുതി തയ്യാറാക്കാതെ വെറുതെ ഇരുന്ന നക്ഷത്ര ഫലങ്ങൾ പറയാൻ കഴിയില്ല. പലരും ഇത് നോക്കി വായിക്കുകയാണോ എന്ന കമൻറ്റ് ചെയ്യേണ്ടത് നോക്കി തന്നെയാണ് വായിക്കുന്നത്. കാരണം വെറുതെ വന്നിരുന്ന് നമുക്കിത് പറയാൻ കഴിയില്ല. ഇത് എഴുതി തയ്യാറാക്കി വന്ന് മാത്രമേ അത് പറയാൻ കഴിയുള്ളൂ. കാരണം 12 കൂറുകാരുടെ ഉണ്ട്. അപ്പോൾ അവരുടെയൊക്കെ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ അതുകൊണ്ട് എഴുതി തയ്യാറാക്കി തന്നെയാണ് ദിവസഫലങ്ങളും മാസഫലങ്ങളും ഒക്കെ വർഷഫലങ്ങളൊക്കെ തയ്യാറാക്കുന്നതാണെങ്കിൽ എല്ലാം എഴുതി തയ്യാറാക്കി. അതിൻ്റെ പുറകിൽ കുറേ അധികം കഷ്ടപ്പാടുകൾ ഉണ്ടെന്ന് കൂടെ മനസ്സിലാക്കണം. നിങ്ങൾ ഈ ചെയ്യുന്ന ഷെയറും അതേപോലെ കമൻറ്റും ഒക്കെയാണ് ഇത് വീണ്ടും അടുത്ത മാസവും ഇടാനായിട്ട് എന്നെ പ്രേരിപ്പിക്കുന്നത്. അതുപോലെ ദിവസഫലങ്ങൾ ഇടുന്നതും അതുകൊണ്ട് തന്നെയാണ്. പലരും ആവശ്യപ്പെട്ടതനുസരിച്ചാണ് ദിവസഫലങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം. ഉത്രാടം അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടം ആദ്യ പകുതി ഭാഗത്ത് ജനിച്ചവരും മകരക്കൂറിൽ ജനിച്ചവരാണ്. അവരുടെ ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ. തൊഴിൽ രംഗത്ത് പലവിധ നേട്ടങ്ങൾ കൈവരിക്കും. ധനപരമായി അനുകൂലമായിരിക്കും. ധനപ്രാപ്തി ഉണ്ടാകും. മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ കുറയും. മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും വരും. വാഹന സംബന്ധമായ ചില നേട്ടങ്ങൾ ഉണ്ടാകും. കുടുംബ സ്വസ്ഥത കുറയും. മനസ്സ് എപ്പോഴും അകാരണമായി അസ്വസ്ഥമാകും. രോഗപീഠ അനുഭവിക്കേണ്ടി വരും. ജീവിത പങ്കാളിയുമായി കലഹവും അഭിപ്രായ വ്യത്യാസവും ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂല സമയമാണ്. ഈശ്വരാധീനമുള്ള സമയമായിരിക്കും. മാതാപിതാക്കൾ അനുകൂലമായിരിക്കില്ല. യാത്രകൾക്ക് യോഗം കാണുന്നു. അതിലൂടെ ഖ്യാതിയും നേടാൻ കഴിയും. വിവാഹാദി കാര്യങ്ങൾക്ക് ചില തടസ്സങ്ങൾ വരും. ഭൂമി സംബന്ധമായ നഷ്ടങ്ങൾ വരാതെയും ശ്രദ്ധിക്കണം. ഇനി നമുക്ക് കുംഭക്കൂറുകാരുടെ അവിട്ടം അവസാന പകുതി ഭാഗം, ചതയം, പൂരുരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭക്കൂറ്. ധനുമാസത്തെ ഫലം 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ ഉള്ളത്. മനസ്സിൽ ആഗ്രഹിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കില്ല. തൊഴിൽ തടസ്സമോ മറ്റും പ്രതീക്ഷിക്കണം. ധനപരമായ കാര്യങ്ങൾ അനുകൂലമായിരിക്കില്ല. മറ്റുള്ളവരുടെ സഹായങ്ങൾ പ്രതീക്ഷിക്കരുത്. കുടുംബത്തിൽ അഭിപ്രായ ഭിന്നതകൾ രൂപം കൊള്ളും. മക്കൾ മൂലം സന്തോഷവും ലഭിക്കും. പല പ്രശ്നങ്ങൾക്കും അവർ മൂലം പരിഹാരവും ഉണ്ടാകും. ഉദരരോഗം, നേത്രരോഗം, അലർജി രോഗം എന്നിവ പ്രശ്നങ്ങൾ സൃഷ്ടിക്കും. ജീവിത പങ്കാളിയുമായി അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാതെ ശ്രദ്ധിക്കണം. വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ്. യാത്രകൾ അത്ര അനുകൂലമായിരിക്കില്ല. ദൈവാധീനക്കുറവ് അനുഭവപ്പെടുന്ന സമയമായിരിക്കും. വിവാഹാദി കാര്യങ്ങൾ ആലോചിക്കാവുന്ന സമയമാണ്. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. ഇനി മീനക്കൂറ്. പൂരോരുട്ടാതി അവസാന കാൽഭാഗം, ഉത്രട്ടാതി, രേവതി, മീനക്കൂറ്. ധനുമാസ ഫലങ്ങൾ 2024 ഡിസംബർ 16 മുതൽ 2025 ജനുവരി 13 വരെ. തൊഴിൽ രംഗത്ത് അഭിവൃദ്ധി ഉണ്ടാകും. ധനപരമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാം. മാനസികമായ സ്വസ്ഥത നഷ്ടപ്പെടും. ആരോഗ്യകാര്യങ്ങൾ മെച്ചപ്പെടും. മക്കൾ മൂലം മനപ്രയാസമുണ്ടാകും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും കുറയും. ജീവിത പങ്കാളിയുമായി അകന്നു നിൽക്കേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് സുഹൃത്തുക്കൾ മൂലം മനപ്രയാസമുണ്ടാകും. ഭാഗ്യക്കുറവും ദൈവാധീനവും കുറയുന്ന സമയമാണ്. പ്രത്യേകം മീനക്കൂറുകാർ ശ്രദ്ധിക്കണം. അവർക്ക് പൊതുവെ ദൈവാധീനം കുറയുന്ന ഒരു സമയമാണ്. അത് എല്ലാ കാര്യങ്ങളിലും ദൈവാധീനം കുറയുന്ന സമയമാണ്. അതുകൊണ്ട് അവർ നാമം ജപിക്കുകയൊക്കെ കൂടുതലായിട്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. മാതാപിതാക്കൾ അനുകൂലമായിരിക്കും. യാത്രകൾ അനുകൂലമായിരിക്കും. അനാവശ്യ ചെലവുകൾ ഉണ്ടാകും.
ഇതിൽ ഈ ദോഷങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർ കൂടുതൽ നാമം ജപിക്കുകയൊക്കെ ചെയ്യുക. കലിയുഗമാണ്. കലിയുഗത്തിൽ നാമജപത്തോളം പ്രധാനമുള്ള പരിഹാരം മറ്റൊന്നുമില്ല. ഏറ്റവും പ്രധാനം നാമജപമാണ്. അത് കഴിഞ്ഞാണ് ഹോമങ്ങളും പൂജകളൊക്കെ പ്രയോജനം ചെയ്യുക. അപ്പോൾ ഇതൊക്കെ ഹോമങ്ങളും പൂജകളൊക്കെ ചെയ്യുമ്പോഴും നാമജപം ഒരു അത്യാവശ്യമാണ് താനും. പലരും ഇതൊക്കെ ചെയ്തോട്ടെ എന്ന് പറയുകയും നാമം ജപിക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ ഈ പൂജകളും ഹോമങ്ങളും ചെയ്തതിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പലരും ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ടും അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് രൂപ മുടക്കിയിട്ടും ഫലം കിട്ടുന്നില്ല എന്നൊക്കെ പലപ്പോഴും പറയുന്നതിൻ്റെ കാരണം അതാണ്. കലിയുഗത്തിൽ നാമജപം, കാരണം സ്വയം ചെയ്യുന്ന കർമ്മങ്ങൾക്ക് ഫലം കൂടും. അതുകൊണ്ട് എല്ലാവരും നാമം ജപിക്കാൻ, അതാണ് അവരവരുടെ ഏത് മതത്തിലാണ്, ഇപ്പോൾ പലരും കേൾക്കുന്നതല്ലേ. അപ്പം നിങ്ങൾ ഏത് ഈശ്വരനെയാണ് വിശ്വസിക്കുന്നത്, ആ ദേവതയുടെ നാമം ജപിക്കുക. ഏത് ദേവതയുടെയും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ദേവത നിങ്ങളെ എല്ലാ ദുരിതങ്ങളിൽ നിന്നും മാറ്റും എന്ന് വിശ്വസിച്ചുകൊണ്ട് കൃത്യമായി നാമം ജപിച്ച് മുന്നോട്ട് പോവുക. പിന്നെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയണമെന്നുള്ളവർ ഇതെൻ്റെ വാട്സാപ്പ് നമ്പർ തന്നെ ഇതിനകത്തെല്ലാം കാണുന്നത്, അതിലേക്ക് ഡേറ്റ് ഓഫ് ബർത്തും ബർത്ത് ടൈം മെസ്സേജ് ചെയ്യുക. അതിനൊരു ഫീസ് ഉണ്ടായിരിക്കും അങ്ങനെ വ്യക്തിപരമായ ഫലം നോക്കുന്നതിന്. അപ്പോൾ ഇതെല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. എല്ലാവർക്കും നമസ്തേ. ഭഗവാൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഭഗവാനെ ദേവ ഈശ്വര.